നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 2026 കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇതിൽ പണം, ജോലി, ബിസിനസ്, പ്രണയം, വിവാഹം, അതുപോലെ തന്നെ ആരോഗ്യം, ഭാഗ്യം കൂടിയ ദിവസങ്ങൾ, ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം കുംഭം രാശിക്കാർക്ക് ഈ മാസം ചിന്തയും ജീവിത ദിശയും മാറുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. കുംഭം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഒരു മൈൻഡ് ക്ലാരിറ്റി, നല്ലൊരു ഡിസിഷൻ ചേഞ്ചും കാണുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഏറെ നാളായി കൺഫ്യൂഷനിൽ ഇരുന്ന കാര്യങ്ങളിൽ ഈ മാസം ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഓവർ തിങ്കിങ് പാടില്ല. അതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കരുത്. അതെല്ലാം ഒഴിവാക്കുക. ജോലി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഇന്നോവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റീവ് ഐഡിയാസ് അംഗീകരിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ IT, മീഡിയ, റിസർച്ച്, ടെക്നോളജി, ടീച്ചിങ് ഇവയിലുള്ളവർക്ക് ഈ മാസം വളരെ ആനുകൂല്യമായിട്ടാണ് കാണുന്നത്. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 12 ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനം, സാമ്പത്തികം ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി കുംഭം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ബാലൻസ്ഡ് മന്ത് ആയിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ഇൻകം സ്റ്റഡി ആയിരിക്കാം. അതുപോലെ തന്നെ സ്മോൾ ഗെയിൻസ് പോസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അതായത് കുറച്ച് ചെറിയ ചെറിയ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട്സിന് വേണ്ടി അൺനെസസറി സ്പെൻഡിങ് കാണുന്നുണ്ട്. അതുപോലെ ജനുവരി 20 ശേഷം സേവിങ്സ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പ്രണയം, വിവാഹം ആ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉള്ള കുംഭം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മന്തായിട്ടാണ് കാണുന്നത്. തുറന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ പാർട്ണറുമായിട്ടുള്ള ബന്ധം പോകാൻ സഹായിക്കും. അതുപോലെ തന്നെ കുംഭം രാശിയിലുള്ള സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ജനുവരി 25 ശേഷം ഒരു പോസിറ്റീവ് പ്രപ്പോസൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ആരോഗ്യം സൈഡ് നോക്കുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് അൻസൈറ്റി, അതുപോലെ ഉറക്കക്കുറവ്, നെക്ക്, ഷോൾഡർ പെയിൻ എന്നിവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക. ഡെയിലി മോർണിംഗ് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. നേരത്തെ കിടക്കുക. അതൊരു 10 മണിക്കെല്ലാം നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇവയെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ എനർജി ആയിട്ടുള്ളൊരു മന്തായിരിക്കും നിങ്ങൾക്ക് ജനുവരി മന്ത്. ഭാഗ്യ ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ഡേയ്സ് ജനുവരി 6, 13, 19, 24 എന്നീ ദിവസങ്ങളിലാണ്. കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസങ്ങൾ, ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 9, 16, 22 എന്നീ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഇമോഷണൽ ഡിസ്കഷൻ ഒന്നും എടുക്കരുത്. ആർഗ്യുമെന്റിലോട്ടൊന്നും പോകാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോകരുത്. ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ശനിയാഴ്ച ദിവസം വെളുത്ത തിരി അല്ലെങ്കിൽ നീല തിരിയിട്ട ദീപം കത്തിച്ചതിന് ശേഷം ഓം ശനീശ്വരായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി കിട്ടാനും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടും അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിലെല്ലാം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു മനഃശക്തി കിട്ടാനും ഇത് നിങ്ങൾക്ക് സഹായിക്കും. കുംഭം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് പുതിയ ദിശ കാണുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ മനസ്സിൽ ഓവർ തിങ്കിങ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. നിങ്ങൾക്കൊരു മനസ്സിൽ ഇൻട്യൂഷൻ തോന്നും, അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ളത് ഇൻട്യൂഷൻ തോന്നും. അത് മാത്രം നിങ്ങൾ മൈൻഡിൽ എടുക്കുക. അത് മാത്രം ഓർത്ത് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത ഫെബ്രുവരി മാസത്തെ പ്രൊഡിക്ഷൻസ് നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നന്ദി.